ഹലോ, വെൽക്കം ടു മാത് വിന്നർ. BSc മാത്സിലെ അടുത്ത പാർട്ട് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി നമ്പർ ഓഫ് ട്രെയിലിംഗ് സീറോസ് ഓഫ് 234 ഫാക്ടോറിയൽ. ട്രെയിലിംഗ് സീറോസിന്റെ നമ്പർ കണ്ടുപിടിക്കണം. ഓക്കെ, ട്രെയിലിംഗ് സീറോസ് എന്താണ് സംഭവം? ട്രെയിലിംഗ് സീറോസ് എന്താണ്? ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്കൊരു നമ്പർ എടുക്കാം. എക്സാമ്പിള് 100. ട്രയലിംഗ് സീറോ എന്ന് പറഞ്ഞാൽ 100ന്റെ കണ്ട അറ്റത്ത് എത്ര സീറോ ഉണ്ട്? 2 സീറോ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ട്രയലിംഗ് സീറോ ഉണ്ട്? 2 ട്രയലിംഗ് സീറോ. 100ൽ 2 ട്രയലിംഗ് സീറോസ് ഉണ്ട്. ഓക്കെ, അടുത്തൊരു നമ്പർ എടുക്കാം. 1250. ഇതിൽ എത്ര ട്രയലിംഗ് സീറോസ് ഉണ്ട്? അവസാനം നോക്കുക, എത്ര സീറോ ഉണ്ട്? 1 സീറോ. അപ്പോൾ 1250ൽ 1 ട്രയലിംഗ് സീറോ. അപ്പോൾ ഇതാണ് ട്രയലിംഗ് സീറോ. ഇനി ഒരു നമ്പർ എടുത്തേ, 5. ഇതിൽ എത്ര ട്രയലിംഗ് സീറോ ഉണ്ട്? ഇതിൽ ട്രയലിംഗ് സീറോ ഇല്ല അല്ലേ? 5ന് എന്താണ് ട്രയലിംഗ് സീറോ ഇല്ല. ഓക്കെ, അപ്പോൾ അതുപോലെ 234 ഫാക്ടോറിയലിൽ എത്ര ട്രയലിംഗ് സീറോസ് ഉണ്ട്? 234 ഫാക്ടോറിയൽ. അതെന്താണ്? വലിയൊരു നമ്പർ അല്ലേ? 234 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. അപ്പോൾ അതിൽ എത്ര ട്രയലിംഗ് സീറോസ് ഉണ്ടെന്ന് നമുക്ക് എന്താ എഴുതി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി ഇവിടെ 234 ഫാക്ടോറിയൽ പറഞ്ഞതുകൊണ്ട് വേറെ എക്സാമ്പിൾ എടുക്കാം. 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 3 × 2 × 1 6. ഇതിൽ എത്ര ട്രയലിംഗ് സീറോ ആണ്? 0. ഇതിലെന്താ ട്രയലിംഗ് സീറോ ഇല്ല. അടുത്തത് 4 ഫാക്ടോറിയൽ നോക്കാം. 4 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 4 × 3 × 2 × 1 എന്ത് വരും? 24. അപ്പോൾ 4 ഫാക്ടോറിയലും ട്രയലിംഗ് സീറോ ഇല്ല. അടുത്ത 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 × 4 ഫാക്ടോറിയൽ ചെയ്താൽ മതി. അപ്പോൾ 24 × 5 120 എന്ന് വരും. 120ൽ എത്ര ട്രയലിംഗ് സീറോ ഉണ്ട്? 1 ട്രയലിംഗ് സീറോ അല്ലേ? കണ്ട, 1 ട്രയലിംഗ് സീറോ. 120ൽ 1 ട്രയലിംഗ് സീറോ. അപ്പോൾ 5 ഫാക്ടോറിയലിൽ 1 ട്രയലിംഗ് സീറോ. അപ്പോൾ അതുപോലെ നമുക്ക് 234 ഫാക്ടോറിയലിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫോർമുല ഉണ്ട്. നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹയസ്റ്റ് പവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അതവിടെ നിൽക്കട്ടെ, ഞാൻ എഴുതാം. അപ്പം അതിനു മുമ്പ് നമുക്ക് എന്താ കുറച്ച് കാര്യങ്ങളും കൂടി എന്താണെന്ന് അനലൈസ് ചെയ്യാനുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ് 100ൽ 2 ട്രയലിംഗ് സീറോ ഉണ്ട് അല്ലേ? നമുക്കറിയാം 100ൽ 2 ട്രയലിംഗ് സീറോ ഉണ്ട്. 100നെ എനിക്ക് 10ന്റെ ഏത് പവർ കൊണ്ട് മാക്സിമം ഡിവൈഡ് ചെയ്യാൻ പറ്റും? 10 കൊണ്ട് നമുക്ക് 100നെ ഡിവൈഡ് ചെയ്യാം അല്ലേ? 100നെ അടുത്ത നമുക്ക് ഏത് പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 10 സ്ക്വയർ അല്ലേ? 10 സ്ക്വയറും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10ന്റെ ഈ 2 പവർ കൊണ്ട് നമുക്ക് 100നെ ഡിവൈഡ് ചെയ്യാം. നമ്മൾ നോക്കി 100ൽ എത്ര ട്രയലിംഗ് സീറോ ഉണ്ട്? 2 ട്രയലിംഗ് സീറോ. 2 ട്രയലിംഗ് സീറോ കണ്ട. അപ്പോൾ ഇത് ഈ 2ആണ് നമ്മുടെ ട്രയലിംഗ് സീറോയുടെ എണ്ണം. അതെങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? 100ലെ നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് വേണമെങ്കിൽ 100നെ 10ന്റെ ഏത് മാക്സിമം പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. നമുക്ക് ഓൾറെഡി അറിയാം 100ൽ 2 ട്രയലിംഗ് സീറോ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10ന്റെ മാക്സിമം പവർ ഏതാന്ന് നോക്കാം. 100നെ നമുക്ക് 10 പവർ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100നെ നമുക്ക് 10 പവർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 പവർ 2 കൊണ്ടാണ് മാക്സിമം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നല്ലേ? 100നെ 10 പവർ 2 കൊണ്ടാണ് മാക്സിമം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ നമ്പർ ഓഫ് ട്രയലിംഗ് സീറോ എത്രയാണ്? 10ന്റെ മാക്സിമം പവർ നോക്കുക, ഇവിടെ 2 ആണ്. അപ്പോൾ അത് തന്നെയാണ് നമ്പർ ഓഫ് ട്രയലിംഗ് സീറോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ 5 ഫാക്ടോറിയൽ നോക്കിയേ. 5 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 120. ഇതിനെ അല്ലേ 5 ഫാക്ടോറിയലിലെ നമ്പർ ഓഫ് ട്രയലിംഗ് സീറോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ 120യെ 10ന്റെ ഏത് പവർ കൊണ്ട് അല്ലെ മാക്സിമം ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. 120 എന്താണ്? 10 പവർ 1 കൊണ്ടാണ് മാക്സിമം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് വരും? നമ്പർ ഓഫ് ട്രയലിംഗ് സീറോ എന്ത് വരും? നമ്പർ ഓഫ് ട്രയലിംഗ് സീറോ എന്ന് പറഞ്ഞാൽ 10ന്റെ മാക്സിമം പവറുടെ 1 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ട്രയലിംഗ് സീറോ 1. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ 234 ഫാക്ടോറിയലിലെ നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 234 ഫാക്ടോറിയലിനെ 10ന്റെ ഏത് മാക്സിമം പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 10ന്റെ ഏത് മാക്സിമം പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ നമ്പർ ഓഫ് ട്രയലിംഗ് സീറോ എന്ന് പറയുന്നത്. 10 പവർ നമുക്ക് ഇ എന്ന് എടുക്കാം. 10 പവർ ഇ ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ ഉണ്ടാ. ഇ എന്ന് പറയുന്നത് 10ന്റെ മാക്സിമം പവർ ആണ്. അപ്പോൾ ആ ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്തായി, നമ്മുടെ നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോർമുല ഞാനൊന്ന് എഴുതാം. ഇ ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് n by p power 1 plus greatest integer part of n by p square plus greatest integer part of n by p cube plus etc plus. ഓക്കെ, ഇനി ഇവിടെ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയസ്റ്റ് പവർ ആണ്. ഇവിടെ 10 വന്നുകൊണ്ട് 10ന്റെ ഹയസ്റ്റ് പവർ ആണ് ഇവിടെ ഇ. എൻ എന്ന് പറയുന്നത് ഇവിടെ 234 ഫാക്ടോറിയൽ ആണ്. കണ്ട, സോറി, എൻ ഇവിടെ എന്താണ്, എൻ എന്ന് പറയുന്നത് 234 ആണ്. 234 കാരണം ഇവിടെ നമുക്ക് 234 ഫാക്ടോറിയലിനെ എൻ ഫാക്ടോറിയൽ എന്ന് എഴുതാം. എൻ ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്, 234 ഫാക്ടോറിയൽ. കണ്ട, 234 ഫാക്ടോറിയലിനെ എൻ ഫാക്ടോറിയൽ എന്ന് എഴുതുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്, 234. അപ്പോൾ n 234 നമുക്കറിയാം. ഇനി പി എന്ന് പറയുന്നത് ഈ 10 ആണോ, അല്ല, 10 എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നോക്കിയായിരുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പി എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആയിരിക്കണം. പി എന്തായിരിക്കണം, പ്രൈം നമ്പർ ആയിരിക്കണം. 10 പ്രൈം നമ്പർ ആണോ, അല്ല, 10 പ്രൈം നമ്പർ അല്ല. അപ്പം നമുക്ക് 10നെ ഒന്ന് മാറ്റി എഴുതണം. നോക്കിയേ, 10 ഈസ് ഈക്വൽ ടു 10നെ ഞാൻ 2 പ്രൈം നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആക്കി എഴുതാം. എങ്ങനെ എഴുതാം, നമുക്ക് 2 into 5 എന്ന് എഴുതാം. കണ്ട, 2ഉം 5ഉം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പം 10നെ നിങ്ങൾ 2 into 5 എന്ന് എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ 2 പവർ ഇ ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ നോക്കുക. 234 ഫാക്ടോറിയലിനെ 2ന്റെ ഹയസ്റ്റ് പവർ അല്ലെ, 2ന്റെ ഏത് പവർ കൊണ്ടാണ് നമുക്ക് മാക്സിമം ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ 2ന്റെ ഹയസ്റ്റ് പവർ ഫസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പം അതിന് വേണ്ടി എന്താണ്, ഈ ഫോമുല നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും, ഇ ഈസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, ഇതിന് വേണമെങ്കിൽ E1 എന്ന് എടുത്തോ, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. E1 ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 234 ഡിവൈഡഡ് ബൈ പി എന്താണ്, പി ഇവിടെ 2 ആണ്. അപ്പം 2 പവർ 1 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 234 divided by 2 square plus greatest integer part of 234 divided by 2 cube plus greatest integer part of 234 divided by 2 power 4 plus greatest integer part of 234 divided by 2 power 5 plus ഞാൻ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് ഫുൾ അങ്ങ് എഴുതാം, ഡൗട്ട് വരണ്ടല്ലോ. അടുത്ത വരാൻ പോകുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 234 ഡിവൈഡഡ് ബൈ 2 പവർ 6. ഇനി ഓരോന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. 2 പവർ 6 എന്ന് പറയുന്നത് 64 അല്ലേ, ഞാൻ നോക്കട്ടെ. 2 പവർ 6 ഇസ് ഈക്വൽ ടു 64. അപ്പോൾ മുകളിൽ 234 ആണ്, താഴെ എന്തുവരെ കിട്ടി, നമുക്ക് 64 വരെ കിട്ടി. അപ്പോൾ നമ്മൾ ഇനിയും അങ്ങ് എഴുതുക. 234 ഡിവൈഡഡ് ബൈ 2 പവർ 7. അടുത്തത് 234 ഡിവൈഡഡ് ബൈ 2 പവർ 8 പ്ലസ് എക്സെട്ര. സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, എന്താണ്, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് എഴുതി പോകണം. അപ്പോൾ നമുക്ക് എന്താ 2 പവർ 8 വരെ വെച്ച് എഴുതാം. ഇനി ഓരോന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, 234 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 234 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 117. ഓക്കെ, ഫസ്റ്റ് നമുക്ക് 117 എന്ന് കിട്ടും പ്ലസ്. അടുത്ത നിങ്ങൾ 234 ഡിവൈഡഡ് ബൈ
2 സ്ക്വയർ 4. അപ്പം 234 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു, കണ്ടത് ഇത് ചെയ്യുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 234 ഡിവൈഡ് ബൈ 2 സ്ക്വയർ എന്ന് പറയുന്നത് 58.5 ആണ്. 58.5 കണ്ട, ഇതിൻ്റെ ഉള്ളിൽ എന്ത് വരും? 58.5. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 58 എന്ന് വരത്തുള്ളൂ കേട്ടോ. 58.5ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എടുക്കുമ്പോൾ 58 എന്നേ വരത്തുള്ളൂ. ആ 0.5 എന്ത് ചെയ്യും? പോകും. അപ്പം അടുത്തത് 58 പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോന്ന് ആഡ് ചെയ്ത് നോക്കുക. 2 ക്യൂബ് ചെയ്യുക, കണ്ട 2 പവർ 4ൻ്റെയും ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. പ്ലസ് ഇവിടെ നമുക്ക് 2 പവർ 7 വരെ എത്താം. നോക്കിയേ, 234 ഡിവൈഡഡ് ബൈ 2 പവർ 7 എത്രയാണ്? 2 പവർ 7 128 ആണ്. അപ്പം 234 ഡിവൈഡഡ് ബൈ 128 ഇസ് ഈക്വൽ ടു, നമുക്ക് കണ്ടത് ഈ വാല്യൂ വരാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ 1.8 സംതിങ് എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എടുക്കുമ്പം ആ 0.8 സംതിങ് കളയുക, ബാക്കി 1 എന്ന് എടുത്താൽ മതി. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് 1 ആണ്. അത് എടുക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ നോക്കുക. ട്രയലിംഗ് സീറോസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, ഈ ഫോമുലയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ ആദ്യം പറഞ്ഞായിരുന്നു. അത് കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും. പ്ലസ് അടുത്ത 2 പവർ 8. 2 പവർ 8 എന്ന് പറയുന്നത് 256 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 256. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്യാം. 234 ഡിവൈഡഡ് ബൈ 256 ഇസ് ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ എനിക്ക് 0.91 സംതിങ് എന്ന് കിട്ടും. ഇങ്ങനെ പോകും കണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടും? 0.91 സംതിങ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എടുക്കുമ്പോഴത്തേക്ക് ഈ 0.91 സംതിങ് കളയുക. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എടുക്കുമ്പോൾ 0 എന്ന് വരും കണ്ടോ. ഈ 0 ആ ഇൻറ്റീജർ പാർട്ട് മാത്രം എടുക്കുക. ഇപ്പോൾ ഇവിടെ 0 വരും. ഇനി അങ്ങോട്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പം മൊത്തം എന്ത് കിട്ടും? 0 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇതിനിടയിലൊക്കെ എന്താണ് വാല്യൂസ് ഉണ്ട് കേട്ടോ. ഇവിടെ 58, അത് കഴിഞ്ഞ് എന്താ 0 അല്ലാത്ത വാല്യൂസ് ഒക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഫൈനലി കിട്ടാൻ പോകുന്നത്, ഞാൻ നോക്കട്ടെ, ഫൈനലി വരുന്നത് 229 എന്ന് വരും. ഓക്കെ, 229 എന്ന് വരും കണ്ടോ. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 229 എന്ന് കിട്ടും. 229. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? 234 ഫാക്ടോറിയലിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് പവർ അല്ലേ? 2ൻ്റെ ഹയസ്റ്റ് പവർ എത്രയാണ്? 229 ആണ്. ഓക്കെ, അപ്പോൾ 2ൻ്റെ പവർ വെച്ചിട്ട് കിട്ടി. ഇനി അടുത്തത് ഈ 5ൻ്റെ പവറും കൂടെ നോക്കണം. 5ൻ്റെ ഹയസ്റ്റ് പവറും കൂടി കണ്ടുപിടിക്കണം. 234 ഫാക്ടോറിയലിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 5ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ്? ഈ ഫോമുല അപ്ലൈ ചെയ്താൽ മതി. എന്നിൻ്റെ സ്ഥാനത്ത് 234 തന്നെ. ഈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. പിൻ്റെ സ്ഥാനത്ത് 5 കൊടുക്കുക. അപ്പോൾ നമുക്ക് E2 എന്നെടുക്കാം അല്ലേ? ഇവിടെ എന്താണ് ഞാൻ എഴുതുകയാണെ, 5 പവർ E2 ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ അല്ലേ? അപ്പം E2 എന്ന് പറഞ്ഞാൽ 5ൻ്റെ ഹയസ്റ്റ് പവർ, അത് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് E2 ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 234 ഡിവൈഡഡ് ബൈ 5 പവർ 1 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 234 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 234 divided by 5 cube plus 234 divided by 5 power 4 plus etc. ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു 234 divided by 5 46.8 എന്ന് വരും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ 46.8 എന്ന് വരും. ആ 0.8 കളയുക, 46 എന്ന് എഴുതുക. ഓക്കെ, പ്ലസ് ഇത് ചെയ്യുക 5 സ്ക്വയർ കണ്ട. ഇവിടെ എന്താണ് 5 സ്ക്വയർ 25. അപ്പോൾ 234 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ 9.36 എന്ന് കിട്ടും.
ഇതിൻ്റെ ഉള്ളിൽ എന്ത് കിട്ടും 9.36. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എടുക്കുമ്പോൾ 9 പ്ലസ് 5 ക്യൂബ് എത്രയാടാ? 5 ക്യൂബ് 125 ആണ്. 5 ക്യൂബ് 125. അപ്പോൾ 234നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1.872 എന്ന് കിട്ടും. 1.8 സംതിങ്. അപ്പം 0.8 സംതിങ് കളയുക, ബാക്കി എന്താണ്? 1 പ്ലസ് 5 പവർ 4 എത്രയാണ്? 5 പവർ 4 ഈസ് ഈക്വൽ ടു 625. കണ്ട, 5 പവർ 4 625 ആണ്. അപ്പം 234 ഡിവൈഡഡ് ബൈ 625 ഈസ് ഈക്വൽ ടു 0.3744 എന്ന് കിട്ടും. 0.3744. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് എടുക്കുമ്പോൾ 0. ഓക്കെ, ഇനി അങ്ങോട്ട് എന്താ? ഒരു തവണ 0 കിട്ടിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 56 എന്ന് വരും. 56. ഓക്കെ, അപ്പോൾ 5ൻ്റെ ഹയസ്റ്റ് പവർ ഇവിടെ 56 ആണ്. ഓക്കെ, അപ്പം ഇവിടെ എന്തുണ്ട്? ഇവിടെ 2 പവർ 229 ഇവിടെ 5 പവർ 56 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് 10ൻ്റെ ഹയസ്റ്റ് പവർ കണ്ടുപിടിക്കണം. അപ്പോൾ 10 നമുക്ക് ഫോം ചെയ്യാം. അതിനുവേണ്ടി 10 എന്ന് പറയുന്നത് എന്താണ്? 10 ഈസ് ഈക്വൽ ടു 2 × 5 അല്ലേ 10. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 എടുത്താൽ ഇവിടെ നിന്ന് നമുക്കൊരു 5 എടുക്കാം. ഇവിടെ നിന്ന് അടുത്ത 2 എടുത്താൽ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? വീണ്ടും 5 എടുക്കണം. ഇവിടെ നിന്ന് വീണ്ടും 2 എടുത്താൽ ഇവിടെ നിന്ന് വീണ്ടും 5 എടുക്കണം. അങ്ങനെ എടുത്തെടുത്ത് നമുക്ക് എത്ര വരെ എടുക്കാം? അങ്ങനെയല്ലേ 2 × 5 എന്ന് പറയുന്നത്. 10 കണ്ടുപിടിക്കാൻ വേണ്ടി 2 × 5 ആണ് ചെയ്യേണ്ടത്. അപ്പം അതിൽ എത്ര 10 ഉണ്ടെന്ന് നോക്കാം. 10ന് എത്ര പവർ വരുമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ നിന്ന് 2 പവർ 1 എടുത്താൽ ഇവിടെ നിന്ന് എന്താണ്? 5 പവർ 1 എന്ന് വരും. വീണ്ടും നമ്മളിവിടെ ഒരു 2 എടുത്ത് 1 ആഡ് ചെയ്താൽ ഇവിടെയും 1 ആഡ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് എത്ര വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയത് നോക്കിയേ. 5 പവർ 56. 5ൻ്റെ പവർ 56. ഇവിടെ 2ൻ്റെ പവർ 229. അപ്പം ചെറിയ പവർ നോക്കുക. ഇവിടെ 56 ആണ്. അപ്പം 10ൻ്റെ പവർ വരുന്നത് 56 എന്ന് വരും. അപ്പം 10 പവർ 56. 10 പവർ 56 ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇവിടെ നിന്നൊരു 2 എടുത്ത് ഇവിടെ നിന്നൊരു 5 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10 കിട്ടി. ഇനി അടുത്ത ഇവിടെ നിന്നൊരു 2 എടുത്ത് അടുത്ത ഇവിടെ നിന്നൊരു 5 എടുത്ത് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10. അപ്പോൾ ആ രണ്ട് 10 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 10 10 സ്ക്വയർ എന്ന് വരും. അങ്ങനെ എടുത്തെടുത്ത് ഇവിടെ 56, ഇവിടെ 229. ഇവിടെ അല്ലേടാ കൂടുതൽ, ഇവിടെ അല്ലേ കുറവ്. അപ്പോൾ ആദ്യം തീരുന്ന എവിടെ നിന്നായിരിക്കും? ഇവിടെ നിന്ന് തീരും. ഇവിടെ നിന്ന് തീർന്നാലും ഇവിടെ എന്താ ബാക്കി മിച്ചമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തീരുമ്പോഴത്തേക്ക് ഈ 56 ആയിരിക്കും നമ്മുടെ 10ൻ്റെ പവർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. ഇവിടെ എന്താണ്? 2ൻ്റെ പവർ നോക്കുക 229. 5ൻ്റെ പവർ നോക്കുക 56. ഇതിൽ ചെറിയ പവർ ഏതാന്ന് നോക്കുക. 56 ആണ്. അതായിരിക്കും 10ൻ്റെ പവർ വരുന്നത്. 10 പവർ 56 ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതൊക്കെ അറിയാമല്ലോ. 10 പവർ 56 ഡിവൈഡ്സ് 234 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 234 ഫാക്ടോറിയലിനെ 10 പവർ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. തിരിച്ചാലോചിക്കരുത്, ആലോചിക്കാൻ പാടില്ല. 10 പവർ 56നെയാണ് 234 ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ എഴുതിയാൽ 10 പവർ 56 ഡിവൈഡ്സ് 230 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണ്? 234 ഫാക്ടോറിയലിനെ 10 പവർ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇവിടെ 10ൻ്റെ പവർ നോക്കിയേ 56. അപ്പം നമ്പർ ഓഫ് ട്രയലിംഗ് സീറോ എത്രയാണ്? നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് is equal to 56. ഓക്കെ അല്ലേ? 10ൻ്റെ പവറാണ് നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇവിടെ നമ്മൾ പറഞ്ഞ് 10ൻ്റെ പവറാണ് നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് എന്ന് പറഞ്ഞു. എടാ ഇവിടെ 5ൻ്റെ പവർ നോക്കിയേ 56 അല്ലേ? 5ൻ്റെ പവർ എന്താണ്? അതും 56 ആണ്. അപ്പോൾ നിങ്ങൾ 5ൻ്റെ പവർ ഏത് വരുമെന്ന് നോക്കിയാൽ മതി. 5ൻ്റെ പവർ ഏത് വരുമെന്ന് നോക്കിയാൽ മതി. അതായിരിക്കും നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ്. നമുക്ക് അങ്ങനെ പറയാം. 5ൻ്റെ പവർ നോക്കുക. ഇവിടെ 56 ആണ്, ഇവിടെയും 56. ഇവിടെ 56 വന്നുകൊണ്ടല്ലേ നമ്മൾ 10ന്
പവർ 56 എഴുതിയത്. അപ്പം 5ന്റെ പവർ നോക്കിയാൽ മതി, അതായിരിക്കും നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ്. അപ്പം നമ്മൾ എന്താണ്, ഇവിടെ 2ന്റെ എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, 5ന്റെ ഹയസ്റ്റ് പവർ നോക്കിയാൽ മതി, അതായിരിക്കും എന്താണ് നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ 10 ചെയ്തത് അതിൻ്റെ എന്താണ് കറക്റ്റ് ആ ഒരു സിസ്റ്റം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 5ന്റെ ഹയസ്റ്റ് പവർ മാത്രം കണ്ടുപിടിച്ചാൽ മതി, നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് ആയി. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ നമുക്ക് എന്താ ഈ ഷോർട്ട് കട്ട് വെക്കാം. നോക്കിയേ, ഫൈൻഡ് ദി നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് ഇൻ 1001 ഫാക്ടോറിയൽ. 1001 ഫാക്ടോറിയലിലെ നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1001 ഫാക്ടോറിയലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അല്ലേ 5ന് വരുന്ന ഹയസ്റ്റ് പവർ നോക്കിയാൽ മതി. അപ്പം നമുക്ക് ഇ കണ്ടുപിടിക്കാം. ഇ ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ്, ഇവിടെ 1001 ഫാക്ടോറിയൽ ആണ്, അപ്പോൾ 1001 ഡിവൈഡഡ് ബൈ 5 പവർ 1 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 1001 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ പ്ലസ് greatest integer part of 1001 divided by 5 cube plus greatest integer part of 1001 divided by 5 power 4. ഓക്കെ, അടുത്ത എന്ത് വരും, പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 1001 ഡിവൈഡഡ് ബൈ 5 പവർ 5 പ്ലസ് എക്സെട്ര, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുക. 1001 ഡിവൈഡഡ് ബൈ 5, ഞാൻ വേണേൽ എന്താ സ്റ്റെപ്പ് എഴുതാം, ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 200.2 എന്ന് വരും, പ്ലസ് അടുത്തത് 1001 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ 25. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 40.04 പ്ലസ് ഇവിടെ നോക്കിയാൽ 5 ക്യൂബ്, 5 ക്യൂബിൻ്റെ വാല്യൂ 125. അപ്പോൾ 1001 ഡിവൈഡഡ് ബൈ 125 ഇസ് ഈക്വൽ ടു 8.008 പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് 5 പവർ 4 എത്രയാണ്, 5 പവർ 4 625. അപ്പോൾ 1001 ഡിവൈഡഡ് ബൈ 625 ഇസ് ഈക്വൽ ടു 1.6016 എന്ന് വരും, പ്ലസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് ഓഫ് അടുത്ത 5 പവർ 5 എന്ത് വരും, 3125 എന്ന് വരും, 3125. അപ്പം 1001 ഡിവൈഡഡ് ബൈ 3125 ഇസ് ഈക്വൽ ടു നോക്കിയേ 0.32 സംതിങ് വരും. ഓക്കെ, അപ്പം ഇവിടെ വെച്ചങ്ങ് നിർത്തുക. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും, ഇവിടെ ഈസ് ഈക്വൽ ടു 200.2ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ പാർട്ട് കണ്ടത്, ഈ പോയിന്റ് സംതിങ് ഒഴിവാക്കുക, ബാക്കി 200 പ്ലസ് ഇവിടെ എന്ത് വരും 40 പ്ലസ് ഇവിടെ 8 പ്ലസ് ഇവിടെ എന്താണ് 1 പ്ലസ് ഇവിടെ നോക്കിയാൽ 0.32, ഈ 0.32 ഒഴിവാക്കുക, ബാക്കി നിൽക്കുന്ന ആരാണ് 0. ഒരു തവണ 0 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് മൊത്തം 0 ആയിരിക്കും. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്ത ആൻസറായി. എത്ര വരും ഇവിടെ 240, 249. അപ്പം നിങ്ങൾ എടുത്തെഴുതുക, നമ്പർ ഓഫ് ട്രയലിംഗ് സീറോസ് എത്രയാണ്, 249. കണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രയലിംഗ് സീറോസ് കഴിഞ്ഞു. ഇനി ഒരു തിയറം ഉണ്ട്. ഓക്കെ, ഒരു തിയറം, ഡിറിച്ലെറ്റ്സ് തിയറം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി, പ്രൂഫ് ഒന്നും വേണ്ട. ഡിറിച്ലെറ്റ്സ് തിയറം, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, ഇഫ് എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം, കണ്ട എ ആൻഡ് ബി ആർ റിലേറ്റീവ്ലി പ്രൈം, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ, എന്താണ് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നത്? റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുന്നത് അവന്മാരുടെ GCD 1 ആയിരിക്കും. GCD ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാം. എയും ബിയുടെയും GCD 1 ആണെങ്കിൽ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ then the arithmetic sequence, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നോക്കിയേ, എയും ബിയും വെച്ചിട്ട് എഴുതുന്ന അരിത്തമെറ്റിക് സീക്വൻസ് നോക്കിയേ, എ കോമ എ പ്ലസ് ബി കോമ
എ പ്ലസ് 2b കോമ എ പ്ലസ് 3b കോമ എക്സെട്ര കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ്. കണ്ടോ, അതിലെന്ത് ചെയ്യും? ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് കാണും. ഒന്നുകൂടെ പറയാം, എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്, എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും GCD 1 ആണ്. അപ്പം അങ്ങനെയുള്ള എയും ബിയും വെച്ചിട്ട് നമ്മളിത് ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കി. അരിത്തമെറ്റിക് സീക്വൻസ് നോക്കിയേ, എ പ്ലസ് ബി, എ പ്ലസ് 2b, എ പ്ലസ് 3b എക്സെട്ര. അപ്പം ആ അരിത്തമെറ്റിക് സീക്വൻസിൽ എന്ത് കാണും? ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് കാണും. ആ അരിത്തമെറ്റിക് സീക്വൻസിൽ ഇൻഫിനിറ്റ്ലി മെനി പ്രൈംസ് കാണും. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ അല്ലേ? അപ്പോൾ അതെന്താണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന് പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അടുത്തൊരു ലെമ്മ. ദി പ്രൊഡക്റ്റ് ഓഫ് എനി ടു ഇൻറ്റീജേഴ്സ് ഓഫ് ദി ഫോം 4n1 പ്ലസ് ഈസ് ഓൾസോ ഓഫ് ദി സെയിം ഫോം. എന്താണ് ലെമ്മ പറയുന്നത്? ദി പ്രോഡക്റ്റ് ഓഫ് എനി ടു ഇൻറ്റീജേഴ്സ്, ഏതെങ്കിലും രണ്ട് ഇൻറ്റീജറിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ ആ ഇൻറ്റീജറിന് പ്രത്യേകത ഉണ്ട്. ആ രണ്ട് ഇൻറ്റീജറിൻ്റെ പ്രത്യേകത എന്താണ്? അത് 4n+1 ഫോമിലായിരിക്കണം. അപ്പോൾ 4n+1 ഫോമിലുള്ള ഏത് രണ്ട് ഇൻറ്റീജറുകളെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ആ സെയിം ഫോമിലുള്ള ഇൻറ്റീജർ ആയിരിക്കും. ആ 4n+1 ഫോമിലുള്ള ഇൻറ്റീജർ തന്നെയായിരിക്കും. അപ്പം നമുക്ക് നോക്കാം, പ്രൂഫ് നോക്കാം. ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു ഇൻറ്റീജേഴ്സ് അല്ലേ. അപ്പോൾ ഏതെങ്കിലും രണ്ട് ഇൻറ്റീജർ ഉണ്ട്, അതിനെ നമുക്ക് എയും ബിയും എന്ന് എടുക്കാം. എയും ബിയും എന്താണ്? ഏതെങ്കിലും രണ്ട് ഇൻറ്റീജറാണ്. പ്രത്യേകത ഉണ്ട്, ഏത് ഫോമിലായിരിക്കണം? 4n1+ അല്ലെ, 4n+1. എ എന്താണ്? 4n+1 ഫോമിലുള്ള ഇൻറ്റീജറാണ്. ബിയും എന്താണ്? 4n+1 ഫോമിലുള്ള ഇൻറ്റീജറാണ്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു 4l+1. കണ്ടോ, അതെന്താണ്? 4n+1 ഫോമിലാണ്. കണ്ടോ, എ എന്ന് പറയുന്ന ഇൻറ്റീജറിൻ്റെ ഫോം നോക്കിയേ 4l+1. അടുത്ത ബി നോക്കിയേ 4m+1. ഓക്കെ അല്ലേ? ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. എനെയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 4l+1 ഇൻറ്റു 4m+1 ഇസ് ഈക്വൽ ടു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, 4l ഇൻറ്റു 4m അല്ലേ, 4l ഇൻറ്റു 4m. ഇവിടെ 4 ഇൻറ്റു 4 16lm. അടുത്തത് നോക്കിയേ 4l ഇൻറ്റു 1, അതെന്ത് വരും? 4l. ഓക്കെ, അടുത്ത 1 ഇൻറ്റു 4m 4m, 1 ഇൻറ്റു 1 1. ഓക്കെ, ഇങ്ങനെ വരും. ഇവിടെ നോക്കി, ഇവിടെ 16 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ നമുക്ക് 4 കോമൺ എടുക്കാം. ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു, ഇവിടെ എന്ത് വരും? 4lm പ്ലസ്, അടുത്തത് l+m, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, വെളിയിൽ എന്താ? ഒരു +1 ഉണ്ട്. ഇവിടെ നോക്കിയേ, നമുക്ക് എന്ത് കിട്ടി? ആ എ ബി എടുത്തപ്പോഴത്തേക്ക് ഈ ഒരു ഫോം വന്ന്. ഇതിനെ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ എന്ന് എടുക്കാം. ഇതിൻ്റെ വാല്യൂ k എന്നെടുക്കാം. അപ്പോൾ നമ്മുടെ എ ബി എന്ത് കിട്ടി? എ ബി ഈസ് ഈക്വൽ ടു 4k+1 എന്ന് കിട്ടി. 4k+1 എന്ന് കിട്ടി. കണ്ടാ, അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഫോം എന്ത് തന്നെയാണ്? 4n+1 ഫോമാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൂഫാണ്. ഓക്കെ,